കേരളത്തിലെ ടെലിവിഷൻ ബാർക്ക് തട്ടിപ്പിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി. അന്വേഷണത്തിനായി സൈബർ പോലീസിനെ ചുമതലപ്പെടുത്തി. KTF പ്രസിഡന്റ് ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. മീഡിയ വണ്ണാണ് ബാർക്ക് തട്ടിപ്പ് ആദ്യം തുറന്നുകാട്ടിയത്. ബാർക്കിലെ അശാസ്ത്രീയതയും തട്ടിപ്പും മീഡിയ വൺ തുറന്നുകാട്ടിയതിനു പിന്നാലെയാണ് കൂടുതൽ പരാതികളും അന്വേഷണവും. കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റും 24 ചാനൽ മേധാവിയുമായ ആർ ശ്രീകണ്ഠൻ നായരാണ് ബാർക്കിനെതിരെ പുതിയ ആരോപണങ്ങൾ ഉയർത്തുന്നത്. റേറ്റിംഗിൽ കൃത്രിമത്വം നടത്താൻ ബാർക്ക് ഉദ്യോഗസ്ഥൻ 100 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ശ്രീകണ്ഠൻ നായരുടെ ആരോപണം. മലയാളത്തിലെ മറ്റൊരു ടെലിവിഷൻ ചാനൽ ഉടമയാണ് കൈക്കൂലി നൽകിയത്. ക്രിപ്റ്റോ കറൻസി വഴിയാണ് കൈക്കൂലി നൽകിയതെന്നും ശ്രീകണ്ഠൻ നായർ ആരോപിക്കുന്നു. കേബിൾ വിതരണക്കാരെ സ്വാധീനിച്ചും വൻതുക നൽകിയും ലാൻഡിംഗ് പേജ് കരസ്ഥമാക്കുന്നതിനെതിരെയും അന്വേഷണം വേണമെന്നും പരാതിയിൽ ആവശ്യമുണ്ട്. മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കുമാണ് ശ്രീകണ്ഠൻ നായർ പരാതി നൽകിയത്. പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായും പ്രത്യേക സൈബർ ടീമിനെ അന്വേഷണത്തിന് നിയോഗിച്ചതായും സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു. യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൻ തുക മുടക്കി വ്യാജ കാഴ്ചക്കാരെ സൃഷ്ടിക്കുന്നതായും ആരോപണമുണ്ട്. ഇതിനെതിരെ മെറ്റ അടക്കമുള്ളവർക്കും പരാതി ലഭിച്ചിട്ടുണ്ട്. മീഡിയ വൺ, തിരുവനന്തപുരം.